ഹലോ നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവന്തികയുടെ കള്ളത്തരങ്ങൾ ആദർശ് കണ്ടെത്തുകയാണ്. അതും നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹ ദിവസം തന്നെ ആദർശ് ആ വിവരം മുത്തശ്ശനെ അറിയിക്കുകയാണ് കേട്ടോ. നന്ദുവും അനിയും കൂടെ വിവാഹം കഴിക്കുന്നുണ്ട്. ആദർശാണ് അത് നടത്തി കൊടുക്കുന്നത് കേട്ടോ. നന്ദുവിൻ്റെ വിവാഹം മുടങ്ങുമ്പം ആദർശ് ആ വിവാഹം നടത്തി കൊടുക്കുകയാണ്. അങ്ങനെ നന്ദുവിനെയും കൂട്ടി അനി അനന്തപുരിയിൽ എത്തുമ്പോൾ അവിടെ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവുകയാണ്. പക്ഷേ ആദർശും നയനയും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവന്തികയും ജലജയും വല്ലാതെ ഇളകുമ്പോൾ അവന്തിക മുത്തശ്ശനെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോഴേക്കുമാണ് ആദർശ് ഈ വിവരങ്ങളെല്ലാം മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുകയാണ്. അവന്തികയും നാഗേന്ദ്രനും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ. അപ്പോഴേക്കും മുത്തശ്ശൻ അവന്തിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. എടി ദുഷ്ടേ, എടി പേരും കള്ളി, നീ ഇത്രയും നാൾ ഈ കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും ചതിക്കായിരുന്നല്ലേ? നീ എല്ലാവരെയും ചിരിച്ചു മയക്കി കൂടെ നിർത്തിയിട്ട് നീ നിന്റെ അച്ഛൻ്റെ കൂടെ കൂടി ഈ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവന്തിക ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചില്ലെന്ന് ആദർശ് അറിയുന്നത് ഞെട്ടിക്കുന്ന ആ വിവരമാണ് കേട്ടോ. നാഗേന്ദ്രൻ വളരെ ന്യായമുള്ള ആളായിരുന്നെന്നും അനന്തപുരി തറവാടിനും മൂർത്തീസ് ജ്വല്ലറിക്കും വേണ്ടി നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്നും ആദർശ് അറിയാണ്. പിന്നെ നാഗേന്ദ്രനും അവിടെ ഒരു ചതി പറ്റുവാണ് ചെയ്തതെന്നും അത് പക്ഷെ മുത്തശ്ശനൊന്നും മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ പേരിൽ നാഗേന്ദ്രനെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ആദർശ് അറിയാണ്. നാഗേന്ദ്രൻ ആ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ആ നെക്ലേസ് അതിനെക്കുറിച്ച് ജലജയോട് പറയുകയാണ് കേട്ടോ. ദുഷ്ടയായ ജലജ, അതുപോലെ തന്നെ അഹങ്കാരിയും ആർത്തിപ്പണ്ടാരും ഒക്കെ ആയ ജലജ നാഗേന്ദ്രനോട് പറയാണ്, ദേ ആ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ആ നെക്ലേസ് അത് നിങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ആ നെക്ലേസ് മാറ്റി മറ്റൊരെണ്ണം അവിടെ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ മതി. അതിപ്പം ആർക്കും വിൽക്കാനൊന്നും അല്ലെന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ അതുപോലെ കോടികൾ തരുന്ന ആൾക്കേ കൊടുക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അത് വിൽക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് വേണ്ടി നിങ്ങൾ ഇതെങ്കിലും ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല, ഇത് വിശ്വാസവഞ്ചനയാണ്. അതുപോലെ മറ്റൊന്ന് ഉണ്ടാക്കി വെച്ച രൂപത്തിലും ഭാവത്തിലും മാത്രമേ അങ്ങനെ ആവുള്ളൂ. അതിൻ്റെ ഡിസൈനുകളൊക്കെ ഭയങ്കര വെറൈറ്റി ഉള്ളതാണ്. ഭയങ്കര വിലപിടിപ്പുള്ള രത്നങ്ങളാണ് അതിൽ പതിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മൂർത്തി സാറ് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയില്ല. അത് നമ്മുടെ ജ്വല്ലറിയിൽ പ്രദർശനത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിലവുണ്ടാവും. അത് കാണിച്ച ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ജലജ പറയാം, അത് കാണിച്ച ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ, അത് വിറ്റ് മുതലെടുക്കുന്നൊന്നുമില്ലല്ലോ. ആ ഷോ കേസിൽ വെക്കാൻ ഇതുപോലൊരെണ്ണം പണിത് വെച്ചാൽ മതി. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ അതിൻ്റെ മൂല്യം അറിയാൻ പറ്റുമോ? ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന വിശേഷപ്പെട്ട നെക്ലേസ് ആണെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. അല്ലാതെ അതിപ്പം എന്താണെന്ന് പരിശോധിക്കാനൊന്നും ആരും പോകുന്നില്ല. അതെനിക്ക് വേണം, ഞാനത് മോഹിച്ചു പോയി, എനിക്കത് കിട്ടണം, അല്ലാതെ പറ്റില്ല. അപ്പം നാഗേന്ദ്രൻ പറയാം, അത് നടക്കില്ല ജലജ, ഞാൻ അതിന് കൂട്ടു നിൽക്കില്ലെന്ന് പറയാം. അപ്പം ജലജ പറയാം, കൂട്ടു നിൽക്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എൻ്റെ ഭർത്താവായിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നത്? അനന്തപുരിയിലെ മരുമോനായിട്ടല്ലേ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്? മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു സാധാരണ ജീവനക്കാരനായ നിങ്ങൾ അനന്തപുരിയിലെ മരുമോനായിട്ട് ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ അതെൻ്റെ ഭർത്താവായതുകൊണ്ടല്ലേ. നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജലജ ഇങ്ങനെ ചോദിക്കുക. നാഗേന്ദ്രൻ ആകെപ്പാടെ കൺഫ്യൂഷനിലാകുകയാണ് കേട്ടോ. അപ്പം നാഗേന്ദ്രനും ആലോചിക്കുകയാണ്, എന്നാൽ ചെയ്തേക്കാം, ഇതുപോലെ മറ്റൊന്നുണ്ടാക്കി ആ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ഉണക്കിച്ച് അവിടെ വയ്ക്കാം. വെച്ച് കഴിഞ്ഞാൽ അത് ആരും കാണാനും വാങ്ങാനും ഒന്നും പോകുന്നില്ല. അങ്ങനെ വാങ്ങുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലെന്നല്ലേ ഉള്ളൂ. അത് കോടികൾ കൊടുക്കണം, അതൊന്നും കൊടുത്ത് വാങ്ങാൻ ആരും വരില്ല. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കാനാണ്. അങ്ങനെ നാഗേന്ദ്രൻ ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി തരണം, അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. അതെ, ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം, വില കുറഞ്ഞ രത്നങ്ങളൊക്കെ പതിച്ച് ഈ രൂപത്തിൽ അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല, അതുകൊണ്ട് അതുപോലൊരെണ്ണം വേണമെന്ന് പറയാനാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി സാറേ, ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറയാം. അങ്ങനെ അതുപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് നാഗേന്ദ്രൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, ജലജെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിനക്ക് വേണ്ടിയേ ചെയ്യുന്നത്. ആരും അറിയാതെയാണ് ആ നെക്ലേസ് നിനക്ക് തരുന്നത്. കോടികളുടെ വില മതിക്കാനാവാത്ത രത്നങ്ങളുള്ള ആ നെക്ലേസ് നിനക്ക് തരുന്നത്. അനന്തമൂർത്തി സാറ് പറഞ്ഞത് എന്താണെന്നറിയോ? അത് നമ്മുടെ ജ്വല്ലറിക്ക് ഒരു അസറ്റാണെന്നാ. അതെങ്ങാനും പിടിക്കപ്പെട്ട എൻ്റെയും നിൻ്റെയും കാര്യം പോക്കാന്ന് പറയാം.
അപ്പോൾ ജലജ പറയുന്നുണ്ട് അതൊന്നും പിടിക്കപ്പെടാൻ പോകുന്നില്ലെന്നേ എന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്ന അതൊക്കെ ശരി, നിനക്ക് വേണ്ടി ഞാൻ ഈ കാര്യം ചെയ്യാം, പക്ഷേ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇത് പിടിക്കപ്പെടുക മറ്റോ ചെയ്താൽ നീ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ നീ തള്ളിപ്പറയരുതെന്ന് പറയാം. ഇപ്പം ജലജ പറയുന്നുണ്ടില്ല, ഞാൻ തള്ളി പറയാനോ, അങ്ങനെ ഞാൻ തള്ളി പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ നാഗേന്ദ്രൻ ആ ചതി ചെയ്യാണ് കേട്ടോ. അവിടെ ജ്വല്ലറിയിൽ പ്രദർശിപ്പിക്കുന്ന ആ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന വിശേഷപ്പെട്ട നെക്ലേസ് എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് അവിടെ വയ്ക്കുകയും ഒറിജിനൽ തന്നെ ജലജയ്ക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യാണ്. ജലജ ഭയങ്കര കാര്യമായിട്ട് അത് അലമാരിയിൽ ലോക്കറിൽ വെച്ച് പൂട്ടിയൊക്കെ വയ്ക്കുക. ആരും കാണാതെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം എനിക്ക് സ്വന്തമായല്ലോ എന്നുള്ള അഹങ്കാരത്തിൽ അന്നും ജലജയ്ക്ക് ഇപ്പോഴുള്ളതിലും ആർത്തി കൂടുതലാണ്. അങ്ങനെ ആർത്തിയും കുതന്ത്രമുള്ള ജലജ നാഗേന്ദ്രനെ അവിടെ പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ജ്വല്ലറിയിൽ കുറച്ച് ദിവസമൊക്കെ പ്രദർശനത്തിന് വെച്ചു, ഓണം സെയിലും ഒക്കെ വന്നു. അതിനൊക്കെ ശേഷമാണ് ഈ സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ശതകോടീശ്വരൻ വരികയാണ്. വന്നു കഴിയുമ്പോൾ ആരെങ്കിലും വാങ്ങി അതുപോലെ വില തരികയാണെങ്കിൽ കൊടുക്കാം എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അങ്ങനെ അയാൾ ഒരു പൊന്നും വില, ഭയങ്കര വില പറയുകയാണ്. നല്ലൊരു വില പറയുമ്പോൾ തന്നെ ഇത് ഡീലാവുകയാണ്. മുത്തശ്ശൻ അയാളുമായിട്ട് അത് ഡീൽ ഉറപ്പിക്കുകയും ഈ ഓർണമെൻറ്റ് അയാൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാണ് കേട്ടോ. അപ്പോഴും മുത്തശ്ശൻ ചിന്തിക്കുന്നില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വിശ്വാസവഞ്ചനയാണെന്നൊന്നും. പക്ഷേ നാഗേന്ദ്രൻ്റെ ഉള്ളിൽ തീയാണ്. ദൈവമേ, ആ ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ആണല്ലോ അയാൾ കൊണ്ടുപോയത്, എങ്ങാനും പിടിക്കപ്പെട്ട പണി വീഴുമെന്ന് നാഗേന്ദ്രൻ അറിയാം. അതേസമയം ആ കോടീശ്വരൻ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അയാൾക്ക് സംശയം തോന്നി തുടങ്ങി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. അയാൾ അത് പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ മനസ്സിലാകാണ് കാശിന് വിലയില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഓർണമെൻ്റ് ആണ് പണിത് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അയാൾ അങ്ങ് ഞെട്ടിപ്പോവാണ്. നേരെ മൂർത്തി മുത്തശ്ശനെ കാണാൻ എത്തുക. വന്നേച്ച് ജ്വല്ലറിയിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുക. പോലീസൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടുന്ന് എനിക്ക് വിശ്വാസവഞ്ചനയാണ് ഉണ്ടായത്, നിങ്ങൾ എനിക്ക് തന്നുവിട്ട ഈ നെക്ലേസ് ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ആണ്, ഒരിക്കലും ഇത് ഒറിജിനൽ അല്ല, നിങ്ങൾ എന്നിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് എനിക്ക് തന്നു എന്നും പറഞ്ഞ് വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല, ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ തന്നത് ഒറിജിനൽ സാധനം തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതെങ്ങനെ ഒറിജിനൽ ആവും, ഞാൻ ഇത് കൊണ്ടുപോയിട്ടപ്പോഴേ ഇതിൻ്റെ നിറമൊക്കെ പോയി, ഇത് കണ്ടോ, ഞാനപ്പോൾ സംശയം തോന്നി, ഇത് പരിശോധിപ്പിച്ചപ്പോൾ അത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയാം. അപ്പോഴേക്കും ഭയങ്കര പ്രശ്നമാവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ തന്നെ നാഗേന്ദ്രനെ വിളിപ്പിച്ചേച്ച് ചോദിക്കുന്നുണ്ട് എന്താ നാഗേന്ദ്ര ഇവിടെ സംഭവിച്ചത്, നീയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്, അതുകൊണ്ട് തന്നെ ആ ഷെൽഫിൽ ഇരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്രൻ കാര്യം പിടികിട്ടുക. പിന്നെ അധികം പിടിച്ചു നിൽക്കാനൊന്നും നാഗേന്ദ്രൻ ശ്രമിക്കുന്നില്ല. നാഗേന്ദ്രൻ പറയാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ മുത്തശ്ശൻ ഒറ്റ ഒരെണ്ണം കൊടുക്കുകയാണ് നാഗേന്ദ്രനുണ്ട്. എന്നിട്ട് ചോദിക്കുക എന്താടാ നീ ഈ വിശ്വാസവഞ്ചന കാണിക്കുകയാണ് ചെയ്തത്, എത്ര കോടി രൂപ തന്നിട്ടാണ് അയാൾ ആ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കിയത്, എന്നിട്ടും അയാളെ ഞാൻ വഞ്ചിച്ചെന്നോ? എൻ്റെ ബിസിനസ് ചരിത്രത്തിൽ ഞാൻ ഒരാളെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല, മൂർത്തീസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു വഞ്ചനയുടെ പേരില്ല, പരിപൂർണമായിട്ട് പരിശുദ്ധമായ സ്വർണ്ണമാണ് ഇവിടുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളിടത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി പോലീസും കേസും ആക്കേണ്ട കാര്യം എന്താണ്, ഇത് നീ ചതിക്കുകയായിരുന്നല്ലേ, നീ ആ ഒറിജിനൽ നെക്ലേസ് എന്ത് കാണിച്ചെന്ന് ചോദിക്കാം. അപ്പം നാഗേന്ദ്രൻ പറയാണ് അത് ജലജ പറഞ്ഞിട്ട് അവക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെയും കൊടുക്കുകയാണ് നാഗേന്ദ്രനായിട്ട്. ഈ വിവരം വീട്ടിൽ ചർച്ച ചെയ്യാൻ നാഗേന്ദ്രനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ, ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങിക്കോണം, ഇനി ഒരിക്കലും ഈ അനന്തപുരി തറവാട്ടിൽ ജീവിക്കാൻ നിനക്ക് അവകാശമില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. പോകുന്ന കൂടെ ജലജയും മക്കളെയും കൂടി കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ ബാഗ് പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. വന്ന് നിന്നേച്ച് എല്ലാവരോടും പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പം ഈ ഓർണമെൻറ്റ് ജലജയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്കതൊന്നും തന്നിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും ജയനും അജയനും എല്ലാം കൂടെ തല്ലി പുറത്താക്കുകയാണ് നാഗേന്ദ്രനെ. അപ്പോഴും നാഗേന്ദ്രൻ ജലജയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നീ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ ഒപ്പം നിന്നോളാന്ന് പറഞ്ഞിട്ട് നീ ചതിക്കുകയായിരുന്നല്ലേ, സാരില്ല, പക്ഷേ ദേ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞാനുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്, അല്ല ഇവരെന്നെ തല്ലി പുറത്താക്കുക, ആ കൂടെ നീയും കുഞ്ഞുങ്ങളും വരണം എന്ന് പറയാണ്. അപ്പം ജലജ പറയാ ഞാനെന്തിനാ വരുന്നത്, നിങ്ങളുടെ കൂടെ കാശിന് ഗതിയില്ലാതെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഈ പിള്ളേരും വന്നിട്ട് എന്ത് കാണിക്കാനാ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചോളാം, നിങ്ങൾ തനിച്ചങ്ങ് പോയച്ചാൽ മതി എന്ന് പറയാം. നാഗേന്ദ്രൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ജലജ ഇത്രയങ്ങ് ചതിക്കുമെന്ന്. നാഗേന്ദ്രൻ പറയാണ് അപ്പം നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ശരിക്കും ഇതിനുള്ള പകരം ഞാൻ വീട്ടിയിട്ടേ ഇരിക്കുകയുള്ളൂ, എനിക്ക് ഈ ഉണ്ടായ മാനക്കേട്, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ അടിച്ച് പുറത്താക്കിയതിന് ഞാൻ പകരം വീട്ടിയിരിക്കും,
എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് അവിടുന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങി പോകുന്നത്. തല്ലി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് നാഗേന്ദ്രനെ. പക്ഷെ ജലജയ്ക്കാണെങ്കിൽ ഒരു തെല്ലും വിഷമമില്ല. ജലജ സുഖമായിട്ട് അനന്തപുരിയിൽ മക്കളൊത്ത് ജീവിക്കുകയൊക്കെ ചെയ്യാണ്. അത് നാഗേന്ദ്രൻ്റെ ശത്രുത കൂട്ടാനായിട്ട് കാരണമായി. ജലജ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. നാഗേന്ദ്രനാണെങ്കിൽ ബുദ്ധിമുട്ടി അലഞ്ഞ് പല രീതിയിലും നടന്ന് പല ബിസിനസ്സുകളും ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ജലജയോടും അനന്തപുരിക്കാരോടും നാഗേന്ദ്രന് ഇത്രയധികം വൈരാഗ്യം ഉണ്ടായി. തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. തൻ്റേതല്ലാത്ത കുറ്റം എന്ന് വേണമെങ്കിൽ പറയാം, ജലജയ്ക്ക് വേണ്ടി ചെയ്തതാണ്. എന്നിട്ടും എല്ലാവരും കൂടെ തള്ളിപ്പറഞ്ഞ് ഇറക്കി വിട്ടത് കൊണ്ട് തന്നെ അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയും തകർക്കണം എന്നൊരു വാശി നാഗേന്ദ്രൻ്റെ മനസ്സിലും ഉണ്ടായി. ഇതൊക്കെ ആദർശ് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഈ കഥകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആദർശ് ഓർക്കുകയാണ്, ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ നാഗേന്ദ്രനല്ല അപ്പച്ചി തന്നെയാണ് യഥാർത്ഥ വില്ലത്തി. അപ്പച്ചിയാണല്ലോ നാഗേന്ദ്രനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോഴും അപ്പച്ചി തന്നെയാണ് മക്കളെ ഇങ്ങനെ വഴിതെറ്റിച്ച് വിടുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ആദർശ്. എന്നിട്ട് ഈ കഥകളൊക്കെ വന്ന് ആദർശ് നയനിയോട് പറയുന്നുണ്ട്. അപ്പം നയനിയും പറയാം, ശരിയാ, അപ്പച്ചിയുടെ ആ ഒരു കുതന്ത്രവും അതുപോലെ തന്നെ സ്വർണത്തിനോടൊക്കെയുള്ള ആർത്തിയും കാരണമാണ് അപ്പച്ചിയുടെ കുടുംബജീവിതം തന്നെ ഇങ്ങനെ ആയി തീർന്നത്. അപ്പച്ചിക്ക് എപ്പോഴും സുഖമായിട്ട് ജീവിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ സ്വന്തം ഭർത്താവിനെ പോലും പുറത്താക്കാൻ കൂട്ടുനിന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശ് ഒരു ദിവസം ഇങ്ങനെ പോവാണ് കേട്ടോ. പോകുമ്പോൾ നാഗേന്ദ്രനെ വഴി വെച്ച് കാണുന്നുണ്ട്. നാഗേന്ദ്രൻ ആരെയെ കാത്തു നിൽക്കുന്ന പോലെയൊക്കെ ആദർശിന് തോന്നുക. അപ്പോഴും ചെറുതായിട്ട് അത് നോക്കുമ്പോഴേക്കും ആദർശ് മനസ്സിലാക്കുന്നത് അവന്തികയെ പോലെ ഒരാളെയാണ്. പക്ഷെ വ്യക്തമായിട്ട് ആദർശ് കണ്ടുമില്ല, മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ തൊട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, ഇനി അവന്തികയും നാഗേന്ദ്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് നയനയായിട്ട് സംസാരിക്കുമ്പോൾ ഈ വിഷയവും ആദർശ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നയനെ, ഞാനിന്ന് പോയ വഴി ഒരു കാഴ്ച കണ്ടു. നാഗേന്ദ്രനെയും കൂടി ഒരു പെൺകുട്ടിയും കണ്ടു. അത് അവന്തികയാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. വെറുതെ അല്ല, ശരിയായിട്ട് കാണാനും പറ്റിയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയും, ഏയ് അവന്തിക അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുക. അല്ല, പറയാൻ പറ്റില്ല, അപ്പച്ചിയുടെയും നാഗേന്ദ്രയുടെയും പുത്രിയല്ലേ അവള്. ഇപ്പോൾ ഇവിടെ എല്ലാവരെയും സ്നേഹത്തോടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവളും ഇവിടെ ഒരു ചതി നടത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയേ, ഏയ് അങ്ങനെ ചെയ്യില്ലായിരിക്കും. അല്ല ആദർശേട്ടാ, ആരെയും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല, അത് ഞാനിപ്പം മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയാണ് കേട്ടോ. നയനയാണെങ്കിൽ ആ നന്മമരം ചമച്ചലൊക്കെ കുറേ അങ്ങ് കുറച്ചു. ആൾക്കാരെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു ശകലം ബുദ്ധി തലയ്ക്കകത്തുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കൊക്കെ അങ്ങ് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നയനയും ആദർശിനോട് പറയുന്നുണ്ട്, നമുക്ക് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നന്ദുവിന് വിവാഹാലോചന വരുന്നത് നവീൻ്റെ. അപ്പോൾ നവീനുമായിട്ടുള്ള വിവാഹം കനകയും ഗോവിന്ദനും കൂടെ അങ്ങ് ഉറപ്പിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെ പ്രശ്നമായി. അനന്തപുരിക്കാരുടെ മുമ്പിൽ എല്ലാം നാണം കിട്ടു. അനിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നന്ദു നിൽക്കുവാണെന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ മാറ്റണം. നവീൻ ഏതായാലും അമ്മയെ മുത്തശ്ശനെയും കൊണ്ട് ആലോചനയുമായിട്ട് വന്നിരിക്കുക. ആ സമയത്ത് കനകയും ഗോവിന്ദനും വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആദർശിനോടും നയനയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശും നയനയും പറയുന്നുണ്ട്, ശരിയാ, നവീൻ നല്ല പയ്യൻ തന്നെയാണ്, ഒരു പ്രശ്നമില്ലാത്ത പയ്യനാണ്, എന്നാൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അനിയുമായിട്ടുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കനക പറയാം, എന്തായാലും ഇത് തന്നെ ഉറപ്പിക്കുകയാണെന്നുള്ള രീതിയിൽ. നന്ദുവിനാണ് ഇഷ്ടപ്പെടുന്നില്ല. നന്ദു പറയാം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കൊരു സ്വസ്ഥത, എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നവീനായിട്ടുമായിട്ടുള്ള വിവാഹം നടക്കത്തില്ല. ഞാൻ നവീൻ എന്നെ അങ്ങനെ ഒരാളായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ കനക ചോദിക്കുക, ഓഹോ, ഈ നവീനെ അങ്ങനെ ഒരാളായിട്ട് കണ്ടിട്ടില്ല, പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞ് അവൻ ഇവിടെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നതോ, നിന്നെയും കൂട്ടിക്കൊണ്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയതോ, നിൻ്റെ ബർത്ത്ഡേക്ക് അവൻ പാർട്ടി തന്നതോ, അവൻ്റെ ബർത്ത്ഡേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോയതോ, ഇതൊക്കെ എന്താടി എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതിനൊക്കെ ഈ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ അമ്മേ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് നവീനേട്ടനൊപ്പം ഞാൻ അങ്ങനെ പോയത് എന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണേ ഇനിയും ഫ്രണ്ട്സായിട്ടിരുന്നോ, പക്ഷേ കഴുത്തിലൊരു താലി കെട്ടി ഭർത്താവായിട്ടിരുന്നെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ ഭയങ്കര പേരുദോഷമാണ് നിനക്ക്. ഇനിയിപ്പം നവീനുമായിട്ട് കൂട്ടി കഥകൾ ഇറങ്ങാൻ തുടങ്ങും. അനിയും നീയും കൂടി വേണ്ടാത്ത രീതിയിലുള്ള ബന്ധമാണെന്നാണ് എല്ലാവരും പറഞ്ഞു പരത്തുന്നത്, അറിയോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയേ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, പക്ഷേ ദേ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറയുമ്പം കനക തീർത്ത് പറയാം, ഇനി ഈ വിവാഹത്തിനും കൂടി നീ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛനും ഞാനും ഉണ്ടാവില്ല. ഞങ്ങൾക്കിനി വേറൊന്നും ചിന്തിക്കാനില്ല. ഞങ്ങളുടെ 2 പെൺമക്കളെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചു വിട്ടു. മൂന്നാമത്തെ നീ തന്നിഷ്ടത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാൻ വരാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം, നീ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചോളാൻ പറയാം. അങ്ങനെ
നന്ദുവിനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുക കേട്ടോ നവീനുമായിട്ടുള്ള വിവാഹത്തിന്. അനിയാണെ ആകെ ഭ്രാന്തമായിട്ട് നടക്കുകയാണ്. നവീനും ചതിക്കായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നവീനോട് ചെന്ന് കാല് പിടിച്ചൊക്കെ അനി പറയുന്നുണ്ട്, നന്ദുവിനെ എൻ്റെ പെണ്ണാണ്, നന്ദുവിനെ നീ വിവാഹം കഴിക്കരുത്, നീ വിവാഹം ആലോചിക്കരുത്, നീ ഞങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നവീൻ്റെ അടുത്ത് ചെന്ന് അനി കരഞ്ഞു പിടിച്ച് പറയുന്നുണ്ടെങ്കിലും നവീൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നവീൻ എങ്ങനെയെങ്കിലും നന്ദുവിനെ വിവാഹം കഴിക്കണം. അനിയോട് പറയുന്നുണ്ട്, ഞാൻ അവളെ അത്രയ്ക്ക് മോഹിച്ചു പോയി, അവളല്ലാതെ മറ്റൊരു പെണ്ണെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുക. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം എല്ലാം തീരുമാനിച്ചു, വിവാഹത്തിൻ്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ജലജയ്ക്ക് പഴയ അസൂയയും കുശുമ്പും വീണ്ടും വരിക. ജലജ അഭിയോട് പറയാ, എടാ കണ്ടില്ലേ, ആ കനകയുടെയും ഗോവിന്ദൻ്റെ മകളും നന്ദുവിനെ നവീന് വിവാഹം കഴിക്കാൻ പോകുന്നത്. അവൻ്റെ മനസ്സിൽ ഇതായിരുന്നു. അല്ല, ഈ നന്ദു എന്ന് പറഞ്ഞവൾക്ക് എന്താ ഇത്ര സൗന്ദര്യം എന്നറിയില്ല. ഇവിടെ ഒരുത്തനുണ്ടല്ലോ അനി, അവനും അവളും മതി, ഇപ്പോൾ നവീനും അവളും മതി എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ അബി പറയും, എന്തെങ്കിലും ആട്ടമ്മേ, അമ്മയ്ക്ക് എന്താ, ഏതായാലും അനി അവന്തിക്ക് അങ്ങനെയെങ്കിലും വിവാഹം കഴിക്കുമല്ലോ, നവീൻ്റെ തലയിൽ അങ്ങ് ആയിപ്പോട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാം, എടാ അങ്ങനെ അങ്ങ് വിടാനൊന്നും പറ്റിയല്ല. ആ നവീൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, എൻ്റെ മോളെ വിവാഹം ആലോചിച്ചപ്പോഴേ അവന് വേണ്ടാന്ന് പറഞ്ഞു. അവൻ്റെ മനസ്സിൽ നന്ദു ആയതുകൊണ്ട് എൻ്റെ മോൾ അന്നും കുറച്ച് വിഷമിച്ചതാ. അതിനുശേഷം അനിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഇവിടം വരെ എത്തി. എന്നിട്ടും അവൻ്റെ മനസ്സിൽ നന്ദു ആയതുകൊണ്ട് അവൻ എൻ്റെ മോളെ കരയിച്ചു. ഈ നന്ദു കാരണം എൻ്റെ മോള് കരയുവാടാ, ഒരുപാട് കരയാ. പിന്നെ മാത്രമല്ല, ആ കനകയുണ്ടല്ലോ, കനക എന്ന് പറയുന്നവൾ, അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇനിയിപ്പം നവീൻ്റെ വീട്ടിലേക്ക് ആ നന്ദുവിനെ വിവാഹം കഴിച്ചു വിട്ടാൽ അവൾക്ക് അഹങ്കാരമാകും. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അഷ്ടിക്ക് വകയില്ലാതെ കിടക്കുന്ന കനകയുടെയും ഗോവിന്ദൻ്റെയും മക്കൾ 3 പേരും കോടീശ്വരന്മാരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ നവീൻ്റെ വീട്ടിൽ പോയി അവൾ സുഖമായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. നവീൻ്റെ അമ്മയുണ്ടല്ലോ, അവൾക്ക് ഇഷ്ടമൊന്നുമില്ല ഇതുപോലുള്ള പോലീസുകാരെയൊന്നും. അതുകൊണ്ട് അവൾക്ക് സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല, ആ വീട്ടിലേക്ക് നന്ദു കെട്ടിപ്പോകരുത്. അത്രയും കോടീശ്വരന്മാരായ നല്ല കുടുംബക്കാരുടെ അടുത്തേക്ക് കനകയുടെയും ഗോവിന്ദൻ്റെയും മോക്ക്, പ്രത്യേകിച്ച് ആ നന്ദുവിന് പോകാൻ എന്ത് യോഗ്യതയുള്ളത്? ഞാനൊരു കളിയൊക്കെ അങ്ങ് കളിക്കും, എൻ്റെ മോളെ കരയിപ്പിച്ചാൽ അവൾ ഇനിയും കരയും എന്നൊക്കെ ഇങ്ങനെ ജലജ വിചാരിക്കുക. അങ്ങനെ ജലജ വിവാഹത്തിൻ്റെ തലേദിവസം തന്നെ വിളിക്കുകയാണ്, നവീൻ്റെ അമ്മയെ വിളിച്ച് കണ്ട് സംസാരിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ മോനെ ഈ നന്ദു എന്ന് പറഞ്ഞവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്? അപ്പോൾ അവർ പറയാണ്, അത് അവീന അവളെ മതിയെന്ന്, അവൻ്റെ മനസ്സിൽ അവളേ ഉള്ളെന്ന്. എനിക്കിങ്ങനെയുള്ള പോലീസുകാരെയും വക്കീലുമാരെയൊന്നും അവൻ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമില്ല. പക്ഷേ അവൻ വേറെ ആരെയും വിവാഹം കഴിക്കുകയില്ലെന്നാണ് പറയുന്നത്. അവൻ്റെ ഭാവി നോക്കണ്ടേ, അവൻ്റെ പ്രായം കൂടിക്കൂടി വരികയല്ലേ. അതുകൊണ്ട് അച്ഛൻ നിർബന്ധിച്ചപ്പം ഞാനതങ്ങ് സമ്മതിച്ചു. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ എൻ്റെ വീട്ടിൽ വന്ന് അഹങ്കാരമൊന്നും കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ ജലജ പറയാണ്, അത് നിങ്ങളുടെ വീട്ടിൽ വന്നാലല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് നാണയില്ലേ അവളെ വിവാഹം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ? ഈ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ എന്ത് യോഗ്യതയുള്ളത്? പിന്നെ മാത്രമല്ല, ഈ നന്ദു, നിങ്ങൾക്ക് അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലയെന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവിൻ്റെ മനസ്സിൽ അനിയ, 2 പേരും തമ്മിൽ അവിഹിത ബന്ധം വരെയുണ്ട്. അത് വീഡിയോയും ഫോട്ടോയും ഒക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുക, അനിയും നന്ദുവും കൂടിയൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ പേരിലാണ് അനാമികയുമായിട്ടുള്ള വിവാഹ ബന്ധം വേണ്ടെന്ന് വെച്ചതും എൻ്റെ മോളുമായിട്ടുള്ള വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചതും. ഇപ്പോഴത്തെ ഇവർ വിവാഹം കഴിഞ്ഞാലും ഈ നന്ദു എന്ന് പറഞ്ഞവൾ അനിയുടെ കൂടെ പോവില്ലെന്ന് ആരാ കണ്ടത്? നിങ്ങൾക്കല്ലേ നാണക്കേട്? നിങ്ങളുടെ മോനല്ലേ ഇത് അനുഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വേണോ നിങ്ങൾക്ക് ആലോചന എന്നൊക്കെ ചോദിക്കുമ്പം അവരും തീരുമാനിക്കുക കേട്ടോ, അയ്യോ വേണ്ട, ഒരിക്കലും വേണ്ട, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിലും അവളെ വിവാഹം കഴിക്കുന്നത് എനിക്കത്ര താല്പര്യമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വിവാഹ ചടങ്ങൊക്കെ നടക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങി. എല്ലാവരും കൂടെ ഉള്ള സമയത്ത് തന്നെ അവർ വിളിച്ച് പറയുകയാണ് ഈ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം കേട്ടോ. അത് കേൾക്കുമ്പം ഞെട്ടിപ്പോവാണ് കനകയും ഗോവിന്ദനും എല്ലാവരും. അപ്പോൾ ഇത് ആദർശാണ് ആദ്യം അറിയുന്നത്. ആദർശ് ആ സമയത്ത് മുഹൂർത്ത സമയത്ത് തന്നെ അനിയെ വിളിച്ചിട്ട് കൊണ്ടുവന്ന് നന്ദുവിനെ താലി കെട്ടാൻ പറയുകയാണ്. അങ്ങനെ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ മറ്റുള്ളവരെല്ലാം അന്തം വിട്ടു പോവാണ്. എന്താ ആദർശം ഈ ചെയ്തതെന്ന് ചോദിക്കുക ദേവയാനിയും കനകയും ഒക്കെ. നൈനയും ചോദിക്കുന്നുണ്ട്, ആദർശൻ എന്ത് പറ്റി, എന്താ ഈ കാണിച്ചത്? ഇനിയിപ്പോൾ നവീൻ്റെ വീട്ടുകാർ വരുമ്പോൾ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാൻ അവർ വരില്ല, അവർക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അനിയും നന്ദുവും തമ്മിൽ വേണ്ടാത്ത തരത്തിലുള്ള ബന്ധമുള്ളത് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പം ഇനിയിപ്പോൾ ഇവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, ദൈവനിശ്ചയം അത് തന്നെയായിരിക്കും, ആരെതിർത്താലും ഞാൻ ഇത് നടത്തും എന്നും പറഞ്ഞ് ആദർശ് നന്ദുവിനെയും അനിയും കൂടെ വിവാഹം കഴിപ്പിച്ച് അനന്തപുരി കൊണ്ടില്ല. അവിടെ ചെല്ലുമ്പോൾ ആടെ കിടക്കുന്നു ജാനകിയും മുത്തശ്ശനും എല്ലാവരും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇല്ല, ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കില്ല എന്ന് പറയാം.
അപ്പം നയന പറയാം അതാ ഇളയമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഇവർ വിവാഹം കഴിച്ചു, അവരിവിടെ ഒന്നിച്ചങ്ങ് ജീവിക്കും. ഇളയമ്മ ജീവിക്കുമോ മരിക്കുമോ എന്താച്ചാ ചെയ്തോ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും നമ്മുടെ അവന്തിക ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അവന്തിക അവിടെ വലിയ ഷോയൊക്കെ കാണിക്കുകയാണ്. ഈ മുത്തശ്ശ ഇത് എന്ത് ചതിയാണ് ഈ ചെയ്തത്, എന്തെങ്കിലും അനിയേട്ടനെ വിവാഹം കഴിക്കാമെന്ന് വെച്ച് ഞാൻ കാത്തിരുന്നപ്പം ആദർശേട്ടൻ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് ആ വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. അവന്തികയും അതുപോലെ തന്നെ നാഗേന്ദ്രയും കൂടെ നിന്നിട്ട് സംസാരിക്കുന്ന വീഡിയോ മുത്തശ്ശനെ കാണിക്കുക. അവന്തിക നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്ന് മുത്തശ്ശനോട് പറയാണ്. അപ്പം മുത്തശ്ശൻ അവന്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുക, എടി നീ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നോ, കൂട്ടത്തിൽ നിന്ന് ഈ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയായിരുന്നോ, ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവന്തികയെ പിടിച്ച് തള്ളുകയാണ് മുത്തശ്ശൻ. ഭയങ്കരമായിട്ട് ഉഗ്രരൂപയിൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.